الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പാപമുക്തമായ ജീവിതം നയിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സമ്പാദിച്ച് അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലെ സകല മേഖലകളിലും അള്ളാഹുവിനെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുദിനം ഇന്നലെയായിരുന്നു. 20 ലക്ഷത്തോളം ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുകയും അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുകയും അവരുടെ കണ്ണ് കലങ്ങി, ഹൃദയം നൊന്ത്, മനസ്സ് വാചാലമായി, കരങ്ങൾ ആകാശത്തിലേക്കുയർന്ന് അള്ളാഹുവിനോട് അവർ എല്ലാം ഏറ്റുപറയുകയായിരുന്നു. ആ പ്രവർത്തനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പിറന്ന കുഞ്ഞിന്റെ ചൈതന്യത്തോടുകൂടി, പാപ പരിശുദ്ധിയോടുകൂടി തിരിച്ചു വരുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ പറഞ്ഞ രൂപത്തിൽ ഹജ്ജ് നിർവഹിച്ച, അള്ളാഹു ഖബൂൽ ചെയ്തിട്ടുള്ള ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അറഫ എന്ന് പറയുന്നത് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രഭാതത്തിൽ തന്റെ മാലാഖമാരോട് പറയുന്ന ഒരു കാര്യം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ്: ഉൻദുറു ഇലാ ഇബാദി ശുഅബൻ ഗുബറ, എന്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കൂ, അവർ മുടി ജട പിടിച്ചവരായ നിലയിലും അതുപോലെ തന്നെ പൊടി പുരണ്ടവരായ നിലയിലും അവരിതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു.
ഹജ്ജിന് അവർക്ക് അനുഷ്ഠിക്കേണ്ടുന്ന ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആ ത്യാഗങ്ങൾ മുഴുവനും അനുഭവിച്ചുകൊണ്ട് അവരിതാ എന്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരോട് പറയുമെന്നാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ മിൻ യൗമിൻ മിൻ അൻ യുഅ്തികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന മറ്റൊരു ദിവസവും തന്നെ ഇല്ല എന്നാണ്. അഥവാ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിവസമാണ് അറഫയുടെ ദിവസം എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അറഫ എന്ന് പറയുന്ന ആ വിശാലമായ മൈതാനം 10 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പ്രദേശമാണ് അറഫ എന്ന് പറയുന്നത്. ആ ദിവസത്തിൽ രോഗബാധിതരായി കിടക്കുന്ന ആളുകളായിരുന്നാൽ പോലും, ICUവിൽ കിടക്കുന്ന ആളുകളായിരുന്നാൽ പോലും ആംബുലൻസ് വഴിയോ എയർ ആംബുലൻസ് വഴിയോ അവരെ ആ അറഫയിൽ എത്തിക്കുവാൻ വേണ്ടി അവിടുത്തെ ഗവൺമെന്റ് ശ്രദ്ധിക്കാറുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ അറഫയുടെ ആ ദിവസത്തിന് മുമ്പോ ആ അറഫ ദിവസത്തിന് ശേഷമോ ആ അറഫ മൈതാനത്തിന് യാതൊരു പ്രത്യേകതയുമില്ല. അന്നാകട്ടെ നാം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ നരക വിമോചിതരാകുന്ന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളിലേക്ക് സാഗൂതം വീക്ഷിക്കുന്ന സമയമാണ്. എങ്കിലും മുമ്പോ പിമ്പോ അവിടെ വരുന്ന സന്ദർശകർ അവിടെ ഉണ്ടാകും എന്നതല്ലാതെ ആ പ്രദേശത്തിന് യാതൊരു പ്രത്യേകതയും തന്നെ ഇല്ല. അറഫ എന്ന ആ സ്ഥലത്തിനുള്ള നാമകരണം എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പല രൂപത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവയിൽ ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനും പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അറഫ്ത, നിനക്കെല്ലാം മനസ്സിലായോ എന്ന്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അറഫ്തു, അതെ എനിക്കെല്ലാം മനസ്സിലായി എന്ന് മറുപടി പറഞ്ഞതിൽ നിന്നാണ് ഈ പറഞ്ഞ അറഫ എന്ന പേര് ആ മൈതാനത്തിന് വന്നത് എന്ന് ചില മുഫസ്സിറുകൾ വിശദീകരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തത്, സത്യവിശ്വാസികളായ ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു നിർബന്ധ കർമ്മം എന്ന നിലയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവിടെ എത്തുകയും ആ ഹജ്ജ് കർമ്മത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള സമയം തൊട്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ അവിടെ വിശ്വാസത്തിലും കർമ്മങ്ങളിലുമെല്ലാം ഉണ്ടായിത്തീരുകയും അങ്ങനെ എല്ലാ പാപങ്ങളും കഴുകി തുടച്ചവരായ രൂപത്തിൽ അവർ അവിടെ നിന്ന് മടങ്ങാൻ സാധിക്കുകയും ചെയ്യുന്ന, പാപങ്ങളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്ന, അവർ അവരുടെ പാപങ്ങളെ കുറിച്ച് തിരിച്ചറിയുന്നു. അവിടെ പങ്കെടുത്തിട്ടുള്ള ആ ഹജ്ജിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ തങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ മുഴുവനും തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് അറഫ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് എന്നും പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഒരു സ്വഭാവമായി കൊണ്ട് പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. അവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള വല്ല കാര്യങ്ങളും സംഭവിച്ചു പോയാൽ, തെറ്റുകുറ്റങ്ങളോ നീചവൃത്തികളോ സംഭവിച്ചു പോയാൽ അവർ അള്ളാഹുവിനെ ഓർക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അവരുടെ പാപങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് അവർ പാപമോചനം തേടുകയും ചെയ്യുമെന്നാണ് അള്ളാഹു വിശ്വാസികളുടെ സ്വഭാവമായി കൊണ്ട് പറഞ്ഞത്. അത് ജീവിതത്തിൽ എല്ലാ സമയത്തും വേണ്ടതാണെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ഈ തിരിച്ചറിവ് വളരെ കൂടുതലായിട്ട് അവരിൽ ഉണ്ടാവുകയും എന്നിൽ ഒന്നും അവശേഷിക്കുവാൻ പാടില്ല പാപങ്ങൾ എന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ഏറ്റുപറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് അറഫ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്.
അതുപോലെ ഖുർആൻ ആ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അറഫാത്ത് എന്നാണ്, അഥവാ തിരിച്ചറിവുകളുടെ സ്ഥലം എന്നാണ്. തന്നെക്കുറിച്ച്, തന്റെ സൃഷ്ടാവിനെ കുറിച്ച്, തന്റെ ചെയ്തികളെ കുറിച്ച്, തന്റെ വിശ്വാസത്തെ കുറിച്ച് ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ അറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിവുകൾ ഉണ്ടാവുന്ന സ്ഥലം എന്നതാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞത് അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, ദുആകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ എന്ന് പറയുന്നത് അറഫ നാളിലെ ദുആയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചതും കാണാവുന്നതാണ്. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുള്ള ഒരേ ഒരു ഹജ്ജ്, അതിനു മുമ്പ് 2 തവണ 2-ൽ കൂടുതൽ തവണ എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്, ഉംറ കർമ്മം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രമാണ് ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ പ്രവാചകൻ പുറപ്പെടുകയും ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത് അങ്ങനെ അറഫയിൽ എത്തിച്ചേർന്ന ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഖസ്വാ എന്ന് പറയുന്ന തന്റെ വാഹനത്തിന്റെ പുറത്താണ്, ഒട്ടകത്തിന്റെ പുറത്താണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ഹിജ്റ 10-ലാണ്. അതിനുശേഷം പ്രവാചകൻ കുറച്ചു കാലം മാത്രമാണ് ജീവിച്ചിരുന്നിട്ടുള്ളൂ. ആ സമയത്ത് പ്രവാചകനോടൊപ്പം 1,00,000-ലധികം ആളുകൾ, 1,24,000 എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, 1,44,000 എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഏതായിരുന്നാലും 1,00,000-ലധികം ആളുകൾ പ്രവാചകനോടൊപ്പം ആ വർഷം ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടത് നമുക്ക് അറിയാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. പ്രവാചകന്റെ ഈ ഹജ്ജിനെ, പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ള ഈ ഹജ്ജിനെ ഹജ്ജത്തുൽ വിദാ, ഹജ്ജത്തുൽ ബലാഗ്, ഹജ്ജത്തുൽ ഇസ്ലാം എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഹജ്ജത്തുൽ വിദാ വിടവാങ്ങൽ ഹജ്ജാകുന്നു അത് എന്ന രൂപത്തിൽ. അതുപോലെ ഹജ്ജത്തുൽ ബലാഗ് സന്ദേശത്തിന്റെ ഹജ്ജാകുന്നു അത്. ഹജ്ജത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഹജ്ജാകുന്നു അത് എന്ന രൂപത്തിലൊക്കെ പ്രവാചകൻ നിർവഹിച്ച ഈ ഹജ്ജിനെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പ്രവാചകൻ ഇത്രത്തോളം ആളുകളുമായി കൊണ്ട് അവിടെ എത്തിയിട്ടുള്ള ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ജനങ്ങളോടും നിശബ്ദരായിരിക്കുവാൻ പറയുക. ഇത്രയും ഒരുപാട് ആളുകളുണ്ട്, 1,00,000-ലധികം ആളുകളുണ്ട്, അവരോടൊന്ന് നിശബ്ദരായിരിക്കുവാൻ പറയുക. പ്രവാചകൻ തന്റെ പ്രസംഗം നിർവഹിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹും റാബിഅത്ത് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹും മുബല്ലിഗായി കൊണ്ട് ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപറയുവാൻ വേണ്ടി, എല്ലാവരും കേൾക്കുവാൻ വേണ്ടി, ഉച്ചത്തിൽ ഏറ്റുപറയുവാൻ വേണ്ടി ഇവരെ 2 പേരെയും ചുമതലയേൽപ്പിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേ ദിവസം ഏറ്റവും വലിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന രൂപത്തിലുള്ള ചരിത്രത്തിൽ എന്നും ഓർക്കുന്ന ഒരു പ്രഖ്യാപനം നമുക്കറിയാം. UN-ൽ 1948 ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ 5000 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പേ അറഫയിൽ വെച്ചുകൊണ്ട് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാലിക പ്രസക്തങ്ങളായ ഒരുപാട് ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസംഗം നിർവഹിക്കുകയുണ്ടായി. ഈ പറഞ്ഞ 2 വ്യക്തികൾ പ്രവാചകൻ പറയുന്നത് ഏറ്റുപറഞ്ഞു. എങ്ങനെ ഇവർക്കെല്ലാവർക്കും അത് കേൾക്കാൻ സാധിച്ചു എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത്, ആകത്തുകയായിക്കൊണ്ട് പറഞ്ഞത്, ഈ ആളുകൾക്കൊക്കെയും പ്രവാചകൻ പറഞ്ഞതും ഏറ്റുപറയുന്നതുമായ കാര്യങ്ങൾ കേൾക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാതുകൾക്ക് തുറവി കൊടുത്തു എന്നതാണ്. ഇതുപോലെ ഇപ്പൊ നമുക്ക് ഹജ്ജിന് പോയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ലിബിയക്കാരനായ ഒരു വ്യക്തി വിമാനം പിന്നീട് തിരിച്ചിറക്കി പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച ഒരു വിധിയാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായി, അയാൾ ഹജ്ജ് ചെയ്യണം എന്നത് സാധാരണയിൽ കവിഞ്ഞ ഒരു സംഭവമായിരുന്നു അത്.
അതുപോലെ 1,00,000-ലധികമുള്ള ആളുകൾ മുഴുവനും കേൾക്കാൻ പറ്റുമാറ് പ്രവാചകന് സംസാരിക്കാനും അല്ലെങ്കിൽ പ്രവാചകൻ സംസാരിക്കുന്നത് കേൾക്കുവാനുമുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി കൊടുത്തു എന്നാണ് പണ്ഡിതന്മാരായ ആളുകൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും പ്രവാചകന്റെ ഏറ്റവും വലിയ എന്നാൽ വളരെ ഹ്രസ്വമായ പ്രവാചകന്റെ പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രസംഗമാണ് അറഫയിലെ പ്രസംഗം, നീണ്ടുനിന്ന പ്രസംഗം. എന്നാൽ വളരെ ചുരുങ്ങിയ ആ പ്രസംഗം വരെ വളരെ ചുരുങ്ങിയ, നമ്മൾ പറഞ്ഞാൽ ഒരു 15 മിനിറ്റിൽ കൂടുതലില്ലാത്ത ഒരു പ്രസംഗം, അത്രയും സമയം മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചിട്ടുള്ളത്. എന്നാൽ ആ പ്രസംഗത്തിൽ വ്യക്തിപരവും സാമൂഹികവും കാലിക പ്രസക്തങ്ങളായ ഒട്ടനവധി കാര്യങ്ങൾ പ്രവാചകൻ ആ പ്രസംഗത്തിലൂടെ ഊന്നിപ്പറയുകയുണ്ടായി. മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ച് പ്രവാചകൻ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അധാർമികതകളോടുള്ള എതിർപ്പിനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ സ്വയം മാതൃകയാകേണ്ടുന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് പ്രവാചകൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പൈശാചികതയിൽ നിന്ന് മോചനം നേടാനുള്ള ഉപദേശവും ലിംഗ സമത്വത്തെക്കുറിച്ചും ആദരവിനെ പറ്റിയും പ്രവാചകൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ പരസ്പരം പാലിക്കേണ്ടുന്ന ആദർശ ബന്ധത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പലിശ എന്ന കടുത്ത സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അനന്തരാവകാശത്തെക്കുറിച്ച് പ്രവാചകൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഇന്നും ലോകം കാതോർക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഉപദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആ പ്രസംഗത്തിലൂടെ എടുത്തു പറയുകയുണ്ടായി. ആദ്യത്തിൽ തന്നെ പ്രവാചകൻ ഹംദും സ്വലാത്തും എല്ലാം നിർവഹിച്ചതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു, അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി, ഏ ജനങ്ങളെ, നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുക. ഉബയ്യിന ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. ജനങ്ങളെ, ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം. അടുത്ത ഒരു വർഷത്തിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. അവിടെ വെച്ചാണ് സൂറത്തുൻ നസ്ർ അവതരിക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഈ സൂറത്ത് അവതരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത് നാം ചരിത്രത്തിൽ കാണുകയാണ്. മറ്റൊരു സഹാബി ഇങ്ങനെ വിചാരിക്കുന്നു, അയാൾ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്, എന്തിനാണ് ഇയാൾ കരയുന്നത്? അങ്ങനെ ആ ചരിത്രത്തിന്റെ അവസാനം കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സൂറത്ത് എന്ന് മനസ്സിലാക്കിയപ്പോ ഈ തെറ്റിദ്ധരിച്ചിട്ടുള്ള സ്വഹാബി അബൂബക്കർ സിദ്ദീഖിനെ തന്നെയാണ് ആ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞത് എന്നതൊക്കെ ചരിത്രത്തിൽ കാണാവുന്ന അതിന്റെ വിശാലമായ അർത്ഥങ്ങളിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം ഇന്ന ദിമാഅകും വ അംവാലകും വ അറാലകും ഹറാമൻ അലൈക്കും ഇലാ അൻ തൽഖൗ റബ്ബകും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ അലാ ഹൽ ബല്ലഗ്തു അല്ലാഹുമ്മ ഫഷ്ഹദ്. പടച്ചവനെ, നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ അഭിമാനത്തിനും ഏറെ പവിത്രത കൽപ്പിക്കപ്പെടേണ്ടതാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത പോലെ, ഈ മാസത്തിന്റെ പ്രത്യേകത പോലെ, ഈ നാടിന്റെ പ്രത്യേകത പോലെ ലോകാവസാനം വരെ ഈ പ്രത്യേകത നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധം, അതുപോലെ മനുഷ്യർ പരസ്പരമുള്ള ബന്ധം, ഇതിനെയെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയുടെ അടുക്കൽ വെച്ചുകൊണ്ട് പറയുകയാണ്, മാ അഅലമു ഹഖ്ഖി യാ കഅബ, കഅബ, നിന്നോട് ഞങ്ങൾക്ക് എത്രമാത്രം ബാധ്യതയുണ്ട്, കടപ്പാടുണ്ട്, ബന്ധമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വവല്ലാഹി ഇന്ന ഹഖ്ഖൽ മുഅ്മിനി ലഅഅലമു മിൻ ഹഖ്ഖിക, എന്നാൽ മനുഷ്യരോടുള്ള ബന്ധം, വിശ്വാസികളോടുള്ള പരസ്പരമുള്ള ബന്ധം നിന്നേക്കാൾ അധികമാണ് കഅബ. കഅബ പരിശുദ്ധ ദേവാലയമാണ്. കഅബയോട് നമുക്ക് ഏറ്റവും അടുപ്പമുണ്ട്. എന്നിട്ടും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ പഠിപ്പിച്ച, അന്ന് പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു പാഠം പഠിപ്പിക്കുകയാണ്. കഅബ, നീ പരിശുദ്ധമാണ്, നിന്നോട് ഏറ്റവും ബന്ധമുണ്ട്, നീ പവിത്രമായ ഗേഹമാണ്. എന്നാൽ മനുഷ്യരോടുള്ള, വിശ്വാസികളോടുള്ള ബന്ധമാണ് അതിനേക്കാൾ, നിന്നേക്കാൾ വലിയ ബന്ധം എന്ന് പഠിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു. അപ്പോ ആ ഒരു ബന്ധം
വിശ്വാസികൾ പരസ്പരം സൂക്ഷിക്കണമെന്നാണ് ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, ഫമൻ കാനത ഇൻദഹു അമാനത്തുൻ ഫൽയുഅദ്ദിഹാ ഇലാ മൻ ഇത്മിനഹു അലൈഹാ. നിങ്ങളിൽ ആരെങ്കിലും വല്ല സാധനങ്ങളും വിശ്വസിച്ചേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉടമസ്ഥരിലേക്ക് അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അഥവാ അമാനത്തുകൾ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അമാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കുന്ന ആരെങ്കിലും കൈകളിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമല്ല, ജീവിതം തന്നെ ഒരു അമാനത്താണ്. ആ അമാനത്ത് ഏറ്റെടുത്തുകൊണ്ടാണ് നാം ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. വിശ്വാസപരമായ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ ബന്ധങ്ങൾ എല്ലാം അമാനത്തുകളാണ്. അത് പൂർത്തീകരിച്ചു കൊള്ളാം എന്ന് നാം അള്ളാഹുവിനോട് കരാറെടുത്തതാണ്. അതുകൊണ്ട് ആ അമാനത്തുകൾ പൂർത്തീകരിക്കുക എന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ അവിടെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രവാചകൻ മറ്റൊരു തിരുവചനത്തിൽ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്ത് പൂർത്തീകരിക്കാത്തവന് ഈമാൻ തന്നെയില്ല. അമാനത്തുകൾ പൂർത്തീകരിക്കാത്തവന് ഈമാൻ തന്നെയില്ല. അതുപോലെ ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. പിന്നീട് ഒരു തലമുറ കടന്നു വരും, അവർ സാക്ഷി പറയും. എന്നാൽ സാക്ഷി പറയാൻ അവരെ ആരും വിളിക്കുകയില്ല. അവർ വഞ്ചിക്കുന്നവരാണ്, വിശ്വസ്തത പുലർത്താത്തവരാണ്. അങ്ങനത്തുള്ള തലമുറകൾ കടന്നു വരും. അപ്പോ ഇന്നത്തെ കാലത്ത് നാം ആലോചിക്കേണ്ടുന്ന വസ്തുതകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിരുവചനത്തിലൂടെ പറയുന്നത്. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത കാര്യം. മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വാസമില്ല, മാതാപിതാക്കൾക്ക് മക്കളെ, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം, അയൽവാസികൾ പരസ്പരം ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നത്. എന്നാൽ വിശ്വാസി വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തതയില്ലാത്തവൻ വിശ്വാസിയല്ല, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ വിശ്വാസിയല്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആ പ്രസംഗത്തിൽ ഊന്നിപ്പറയുകയാണ്. പ്രവാചകന്റെ ഈ പ്രസംഗത്തിലെ ഹജ്ജത്തുൽ വദായിലെ ഉപദേശങ്ങൾ ഹജ്ജാജികളായ ആളുകൾക്ക് മാത്രമുള്ളതല്ല, എല്ലാ വിശ്വാസികളായ ആളുകൾക്കുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിത്തീരേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ പ്രവാചകൻ ഇന്ന റിബൽ ജാഹിലിയ്യ മൗദൂഉൻ വ ഇന്ന അവ്വല റിബൻ അബ്ദഉ ബിഹി റിബ അമ്മി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. പലിശയെ ഞാനിതാ ഇവിടെ കുഴിച്ചു മൂടുകയാണ്. പലിശ സമ്പ്രദായത്തെ ഞാനിതാ ഇവിടെ കുഴിച്ചു മൂടുന്നു. എന്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് പ്രവാചകൻ അതിന് തുടക്കം കുറിക്കുകയാണ്. ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരിക്കലും പുരോഗമനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാത്ത കാര്യമാണ് പലിശ എന്നത്. സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ്, ഇപ്പോഴും പറയുന്ന കാര്യമാണ്. സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും പറയുന്ന കാര്യമാണ്. ഉള്ള ആളുകൾക്ക് തടിച്ചു കൊഴുക്കുവാനും പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുവാനുമുള്ള ഒരു വഴി എന്നതിൽ കവിഞ്ഞ് പലിശ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനം സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് എല്ലാ സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രവാചകൻ അത് അവിടെ എടുത്തു പറയുകയും ഊന്നിപ്പറയുകയും ചെയ്യുന്നു. പ്രവാചകൻ മറ്റൊരു തിരുവചനത്തിലൂടെ പറഞ്ഞത് പലിശ എന്നുള്ളത് അതിന് 73 വാതിലുകളുണ്ട്, കവാടങ്ങളുണ്ട്. അതിൽ ഏറ്റവും താഴെയുള്ളത് വലുത് വേറെയുള്ളത്, ഏറ്റവും താഴെയുള്ളത് തന്റെ മാതാവിനെ തന്നെ വിവാഹം കഴിക്കുക എന്നതുപോലെയാണ്. അത്രക്കും ദുഷിച്ചതാണ്, അത്രക്കും മോശമായതാണ്. ആ പലിശയുടെ 70-ലധികമുള്ള ആ കവാടങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് മാതാവിനെ വിവാഹം കഴിക്കുന്നത് പോലെയുള്ള ദുഷിച്ചതാണ് എന്നതുപോലെ അത്രയും കൊടിയ പാപമാണ് പലിശ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ജാഹിലിയത്തിലെ പകകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ആ പക ഞാനിതാ ഇവിടെ കുഴിച്ചു മൂടുകയാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ അവിടെ സമൂഹത്തിൽ ഗോത്രത്തിൽ നടന്നിട്ടുള്ള ആ ഒരു പകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പ്രവാചകൻ എടുത്തു പറയുകയാണ്. അതുപോലെ പിശാച് ഈ നാടിനെ പറ്റി നിരാശരായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ ആ പൈശാചികമായ ബോധനങ്ങളെ കുറിച്ചും
ആ നാട്ടിൽ പിശാച് ചെലുത്തുന്ന സ്വാധീനങ്ങളിൽ നിന്ന് സുരക്ഷിതരാകുവാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചും പ്രവാചകൻ പറയുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ കാര്യമായും ധാരാളം വാക്കുകളിലൂടെ പ്രവാചകൻ അതിൽ ഊന്നിപ്പറഞ്ഞിട്ടുള്ളത് ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അതിന്റെ അവസാനം സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറണം എന്നതിനെ കുറിച്ചുമാണ്. ഇന്നാണല്ലോ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമത്വവാദങ്ങളുമായി കൊണ്ട് ആളുകൾ കടന്നു വരുന്നത്. എന്നാൽ സ്ത്രീക്ക് അർഹിക്കുന്ന സ്ഥാനവും പദവിയും നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ ഇല്ലാത്ത ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ മാനിക്കണം, സ്ത്രീകളെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്കുള്ള എല്ലാ പദവികളും നൽകേണ്ടതുണ്ട് എന്നതൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എടുത്തു പറയുകയാണ്. വത്തഖുല്ലാഹ വന്നിസാ, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം. അഥവാ അവർക്ക് വേണ്ട അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കണം. വസ്തൗസൂ ബിഹിന്ന ഖൈറാ, അവരോട് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് ഞാനിതാ പ്രത്യേകം നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾ പരസ്പരം ഏകോദര സഹോദരങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്റെ കാലശേഷം നിങ്ങൾ കുഫ്രിയത്തിലേക്ക് ഒരിക്കലും മടങ്ങിപ്പോകാൻ പാടില്ല. അതിന് നിങ്ങൾക്ക് ഞാനിതാ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, എന്റെ സുന്നത്താണ്. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല എന്ന ഉപദേശം നൽകുന്നുണ്ട്. അതുപോലെ മാനുഷികമായ സമത്വത്തെക്കുറിച്ച് വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധമുണ്ട്, എന്നാൽ മനുഷ്യർ എന്ന അർത്ഥത്തിൽ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് തുടങ്ങിക്കൊണ്ട് നിങ്ങളുടെ പിതാവ് ഒന്നാകുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ റബ്ബ് ഒന്നാകുന്നു. എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. ആർക്കും ആരേക്കാളും പ്രത്യേകതയില്ല. അള്ളാഹുവിനോട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവർ ആരാണോ അവർ ആരായിരുന്നാലും അവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകതയുള്ളത്. അല്ലാതെ നിറത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകത അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിലുള്ള മനുഷ്യരായിരുന്നാലും ആ ഒരു രീതി, ആ ഒരു ചിന്താഗതി, മാനുഷിക ഭാവം ഉണ്ടാവണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറയുകയാണ്. അവസാനം അനന്തരാവകാശത്തെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ തന്നെ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. അതിൽ നീക്കുപോക്കുകളോ ഉപായങ്ങളോ ചെയ്യുവാൻ പാടില്ല. ആ അനന്തരാവകാശത്തിന്റെ കാര്യത്തിൽ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ഉപായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശദീകരിക്കാൻ സമയമില്ല. അള്ളാഹുവിന്റെ വിധികളെ മറികടക്കുന്ന ഒരുപാട് മേഖലകൾ ഈ വസിയ്യത്തിന്റെ ഈ അനന്തരാവകാശത്തിന്റെ കാര്യത്തിൽ മുസ്ലിം സമൂഹത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും വിശദീകരിക്കാവുന്നതാണ്. ഇങ്ങനെ ബലപ്പെട്ട കനപ്പെട്ട അർത്ഥസമ്പൂർണങ്ങളായ ഒരുപാട് ഉപദേശങ്ങൾ പ്രവാചകൻ ആ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിലൂടെ സമൂഹത്തിന് കൈമാറുകയുണ്ടായി. ഇതെല്ലാം നമ്മളും മനസ്സിലാക്കേണ്ടതാണ്, ഉൾക്കൊള്ളേണ്ടതാണ്, പ്രാവർത്തികമാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും ഇബാദല്ലാഹി വനഫ്സി താലിയ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കലനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നാളെ നാം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സാധാരണയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പ്രത്യേകമായ ചില സുന്നത്തുകളൊക്കെയുണ്ട്. കുളിക്കുക എന്നത് എന്നും നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ പെരുന്നാളിന് കുളിക്കുക എന്നത് സുന്നത്താണ്. ആ ഒരു നിയ്യത്തോട് കൂടിയാകുമ്പോൾ അതിന്റെ പ്രത്യേക പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. വസ്ത്രം നാം എന്നും ധരിക്കാറുണ്ട്, പുതിയതും ധരിക്കാറുണ്ട്, ഉള്ളതിൽ നല്ലതും ധരിക്കാറുണ്ട്. പക്ഷെ പെരുന്നാളിന് പുതിയതോ ഉള്ളതിൽ ഏറ്റവും നല്ലതോ ധരിക്കുന്നത് സുന്നത്താണ്. ആ സുന്നത്താണെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ അത് ചെയ്യുമ്പോൾ വെറുതെ പ്രതിഫലം ലഭിക്കുകയാണ്. ഇസ്ലാമിലെ ആഘോഷം എന്നത് ആരാധനയാണ്, നമുക്കറിയാലോ.
ആ ആരാധനയിലേക്ക് വരുമ്പോൾ തന്നെ ഈ മനസ്ഥിതിയോട് കൂടിയിട്ടാണ് നമ്മൾ വരുന്നത്. സുഗന്ധങ്ങൾ, പുരുഷന്മാർ സുഗന്ധങ്ങൾ പൂശുക എന്നത് എപ്പോഴും ചെയ്യുന്നതാണ്. എന്നാൽ പെരുന്നാളിന് പ്രത്യേകമായ അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. കഴിയുന്നതും നാം ഈദ്ഗാഹുകളിലേക്ക്, മുസല്ലകളിലേക്ക് നടന്നുകൊണ്ട് വരിക എന്നുള്ളത് സുന്നത്താണ്. തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴികളിലൂടെ പോവുക എന്നുള്ളത്, അഥവാ വഴികൾ വ്യത്യാസപ്പെടുത്തുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നാം പള്ളിയിലേക്ക് വന്നു ആശംസകൾ പരസ്പരം കൈമാറുക എന്നുള്ളത്, സലാം പറയുക, ആശംസകൾ കൈമാറുക എന്നത് സുന്നത്താണ്. തക്ബീറുകൾ ചൊല്ലുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഖുതുബയും അതുപോലെ നമസ്കാരവും നിർവഹിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷവും ഈദിനെ ധന്യമാക്കുക എന്നത് പ്രത്യേകമാക്കപ്പെട്ടതാണ്. അഥവാ രോഗികളെ സന്ദർശിക്കുക, കുടുംബബന്ധം ചേർക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ആഘോഷത്തെ ഏറ്റവും ധന്യമാക്കി തീർക്കുക എന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. അതിനാൽ നാളെ ഒരു അടിച്ചു പൊളിക്കാനുള്ള ആഘോഷമാണെന്ന ചിന്തയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു ആഘോഷമാണ്. ഞാനിതാ രാവിലെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥന കൊണ്ട് ഉണർന്നുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ള ചിട്ടവട്ടങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് എന്ന ചിന്തയും ആ പുണ്യങ്ങൾ ആദ്യം തൊട്ടേ വാരിക്കൂട്ടുവാനുള്ള ശ്രമവും നമ്മളിൽ ഉണ്ടാവുക. നാം നാളെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് 7 മണിക്കാണ് പെരുന്നാൾ നമസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. 7 മണിക്ക് തന്നെ, അതിന് മുമ്പായി തന്നെ എല്ലാ ആളുകളും അവിടെ എത്തിച്ചേരുക. ഏതെങ്കിലും കാരണവശാൽ കാലാവസ്ഥ പ്രതികൂലമാവുകയാണ് എങ്കിൽ 7:15 ഇവിടെ വെച്ചുകൊണ്ട്, ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കാരം ഉണ്ടാകും. അള്ളാഹു കാലാവസ്ഥ അനുകൂലമാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ഒരുമിച്ച് ഒന്നിച്ച് ഈദ് ആഘോഷിക്കുവാനുള്ള അവസരം അവൻ നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവെ, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ പുണ്യം കൊതിച്ചുകൊണ്ട്, ആരോഗ്യവും സമ്പത്തും ചെലവഴിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വന്നിട്ടുള്ള ആളുകളുടെ ഹജ്ജിനെ നീ ഖബൂൽ ചെയ്യുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവെ, മഖ്ബൂലും മബ്റൂറുമായ രൂപത്തിൽ ഹജ്ജ് കർമ്മം സ്വീകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ അവരെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ആരോഗ്യത്തോടു കൂടി ഒരു പ്രയാസങ്ങളുമില്ലാതെ ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുവാനുള്ള ഭാഗ്യം അവർക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. ഈ ഹജ്ജിന്റെ സന്ദേശങ്ങളിലും ചരിത്രങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട അറഫയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിന്റെ സന്ദേശങ്ങൾ തിരിച്ചറിയുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലുള്ള നല്ലതായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗബാധിതരായി കിടക്കുന്ന ആളുകൾക്ക് നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുന്ന സജ്ജനങ്ങളിൽ നീ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.